ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവാണെങ്കിൽ മേഘനാഥൻ്റെ കള്ളക്കളികളെല്ലാം നേരിൽ കാണാനിടയാകുന്നു. മാനസയെ ചേർത്തു പിടിക്കുകയും അപ്പുമോനെ ചുംബിക്കുകയും ചെയ്യുന്നത് മഞ്ജു നേരിൽ കാണാനിടയാകുന്നു. ഇതോടുകൂടി മേഘനാഥൻ്റെ സ്വഭാവം എന്താണെന്ന് മഞ്ജു തിരിച്ചറിയാണ്. അപ്പു മേഘൻ്റെ കുഞ്ഞാണെന്നറിയാൻ ഇതിൽ പരം തെളിവുകൾ വേറെയൊന്നും വേണ്ട എന്നും സാഗർ പറഞ്ഞതെല്ലാം സത്യമാണെന്നും മഞ്ജു മനസ്സിലാക്കുന്നു. പിന്നീടാണെങ്കിൽ മനസ്സെല്ലാം തകർന്നിട്ട് സാഗറിനെ കാണാനായിട്ട് മഞ്ജു എത്തുന്നുണ്ട്. സാഗർ പറഞ്ഞതെല്ലാം ശരിയാണെന്നും അയാൾ എന്നെ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നു, അയാൾക്ക് മാത്രമല്ല അയാളുടെ വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയമെന്നും എൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ എന്നെ കല്യാണം കഴിച്ചതെന്നും ഇതേ സമയം തന്നെ അയാൾക്ക് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കരണത്തടി കിട്ടിയതും ഞാൻ ഈ സമയം വിശ്വസിക്കുകയാണ്. മേഘേട്ടൻ്റെ ഈ കള്ളത്തരങ്ങളെല്ലാം എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മഞ്ജു പറയുകയാണോ സാഗറിനോട്. എന്തായാലും എൻ്റെ ദാമ്പത്യം തകർന്നു, ഇനി ഒരാളെ കൊണ്ടും അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നും ഇതെല്ലാം പറഞ്ഞു മഞ്ജു പൊട്ടി കരയാണ്. ആ സമയം സാഗർ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് മഞ്ജുവിൻ്റെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. എന്തായാലും DNA ടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും എൻ്റെ ജീവിതം തകർത്ത അയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഞാൻ ഇതൊന്നും അറിഞ്ഞതായിട്ട് സാഗർ അയാളോട് പറയരുതെന്നും പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. അതേസമയം വീട്ടിൽ തിരിച്ചെത്തുന്ന മഞ്ജു മേഘനാഥനെ നല്ല രീതിയിൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇത് കാണുന്ന മേഘന് ഇവൾക്ക് എന്താ എന്നോട് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ, എൻ്റെ വല്ല കള്ളക്കളികൾ ഇവൾ അറിഞ്ഞോ എന്നെല്ലാം ആലോചിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ മേഘനാഥൻ. അതിനുശേഷം നമ്മുടെ മാർക്കോ ആണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് കമലേശ്വരം ഫിനാൻസിൽ എത്തുന്നുണ്ട്. മാർക്കോനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ കാണുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് അവരെല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനായാലും മഹാലക്ഷ്മി ആയാലും അവരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച മാർക്കോനെ കുറിച്ചിട്ട് അവർക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അതുപോലെ തിരിച്ചും മാർക്കോക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും എല്ലാം ഞങ്ങളെ എപ്പോഴും സഹായിക്കുന്ന അമ്മയുടെയും അനുഗ്രഹമാണെന്നെല്ലാം പറയുമ്പോൾ ആ അമ്മയെക്കുറിച്ചെല്ലാം മാർക്കോ മഹാലക്ഷ്മിയോട് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മാർക്കോനോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരമ്മയെ കാണാറുണ്ടെന്നും അതുപോലെ തന്നെ എന്നെയും ഇയാളെയും ഒരമ്മ നിരന്തരം പിന്തുടരുന്നുണ്ടെന്നും ഇതെല്ലാം മാർക്കോനോട് പറയുന്നുണ്ട് കണ്ണൻ. ഇത് കേൾക്കുന്ന മാർക്കോ ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് കാണുന്ന മഹിം ചോദിക്കുന്നുണ്ട്, മാർക്കോന് ആ അമ്മയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. മാർക്കോ പറയുന്നുണ്ട്, എനിക്ക് ആ അമ്മയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും എനിക്ക് നൽകിയത് ആ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞതെന്നും അതുപോലെ അന്ന് മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ എന്നോട് പറഞ്ഞത് ഈ അമ്മ തന്നെയാണെന്നും പറയാണ് മാർക്കോ. ഇതെല്ലാം കേൾക്കുന്ന കണ്ണനും മഹാലക്ഷ്മിയും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.